പ്രേക്ഷകർക്ക് നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിച്ചതോടുകൂടിയിട്ട് കേരളത്തിലെ ഇടതും വലതും നെട്ടോട്ടം ഒരുപാട് ഓടേണ്ടി വരും. ഈ കഴിഞ്ഞ ബജറ്റില് തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രഖ്യാപിച്ച വീടില്ലാത്ത സകലർക്കും വീട് എന്ന പദ്ധതി പ്രഖ്യാപനം മാത്രമല്ല, അതിന്റെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് പറയുന്നതൊക്കെ തന്നെ പ്രവർത്തിച്ച് മേയർ രംഗത്തെത്തിയിട്ടുണ്ട്. ഭവന പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ഉദ്ഘാടന പ്രസംഗത്തിലെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. നമുക്ക് ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഇവിടെ മുന്നോട്ട് വെക്കാം. എങ്ങനെയാണ് സകലർക്കും പണം കൊടുക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെയാ മേയർ രംഗത്തെത്തിയത്. നിങ്ങൾ ആ ഒരു ചെറിയ ഭാഗം ഒന്ന് ആദ്യം കേട്ടു. ഈ കോർപ്പറേഷന്റെ ഈ പുതിയ ഭരണസമിതി ചുമതല ഏറ്റത് 2025 ഡിസംബർ 26 നിങ്ങളുടെയൊക്കെ മുൻപിൽ ഞങ്ങൾ വോട്ട് തേടി വന്നപ്പോൾ ഞങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ജനങ്ങളോട് പറഞ്ഞിരുന്നു. പല മുദ്രാവാക്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ ഞാൻ എല്ലാത്തിനെയും കടക്കുന്നില്ല. ഈ പരിപാടിയിൽ പ്രസക്തമായ ഒരൊറ്റ കാര്യം മാത്രം പറയാം. ഞങ്ങൾ പറഞ്ഞിരുന്നത് 5 വർഷം കഴിഞ്ഞ് ഈ ഭരണസമിതി ഭരണം പൂർത്തിയാക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീടും വസ്തുവുമില്ലാത്ത ഒരാളും ഉണ്ടാവുകയില്ല. എല്ലാ പേർക്കും വീട് കൊടുക്കാനുള്ള നടപടികളുമായി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, പലരും ഞങ്ങളോട് ചോദിച്ചു, ഇത് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കുന്ന വോട്ട് കിട്ടാൻ പ്രഖ്യാപിക്കുന്ന ഒരു മുദ്രാവാക്യമാണോ? എങ്ങനെയാണ് ഈ കോർപ്പറേഷനിലെ വീടില്ലാത്ത എല്ലാവർക്കും വീട് കൊടുക്കാൻ ഒരു കോർപ്പറേഷൻ ഭരണസമിതി വിചാരിച്ചാൽ സാധിക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളൊരു ഏകദേശ കണക്കെടുത്തിട്ടുണ്ട്. അതായത് ഒരു വാർഡിൽ വീടില്ലാത്തവരുടെ എണ്ണം, വീടും വസ്തുവില്ലാത്തവരുടെ എണ്ണം ശരാശരി 200 ഉണ്ടാവും. അത് ഏറെയും കുറഞ്ഞും ഉണ്ടാവും. ചില വാർഡുകൾ കുറച്ച് കൂടുതലായിരിക്കും, ചില വാർഡുകൾ അത്ര ഉണ്ടാവുകയില്ല. അങ്ങനെ വന്നാൽ 100 വാർഡുകളിലും കൂടി 20,000 പേരാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. കണക്കിൽ ചെറിയ ഏറ്റക്കുറച്ചിലും ഉണ്ടാവാം. ഈ 20,000 പേർക്കും 5 വർഷം കൊണ്ട് വീട് കൊടുക്കുക. നിങ്ങൾ കേട്ടില്ലേ? ഭവന പദ്ധതിക്ക് തുടക്കം കുറിച്ച ഉദ്ഘാടന വേളയിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു വാർഡിൽ 200 വെച്ച് 20,000 വീടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വീടില്ലാത്ത ആളുകൾക്ക്. അത് പൂർണ്ണമായിട്ടും ഞങ്ങൾ വെച്ചു കൊടുക്കുമെന്നുള്ള ഉറച്ച പ്രഖ്യാപനം നിങ്ങൾ കേട്ടില്ലേ? ഇതൊക്കെ കേരളത്തിലെ ഇടത് വലത് കേന്ദ്രങ്ങള് എങ്ങനെയാണ് സഹിക്കുക? ഇവിടെ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് മതഭേദമന്യേ സകല ആളുകളും ഓടിയെത്തിയിട്ടുണ്ട്. ഒരുപാട് ഉമ്മമാര് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് മേയറുടെ പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുണ്ട്. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവാൻ BJP വരേണ്ടി വന്നു എന്ന് ആ ഉമ്മമാര് പോലും തിരിച്ചറിയാം. നിരവധി ആളുകൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഓടിയെത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഇത് യഥാർത്ഥത്തിൽ കേരളം എത്ര കാലമായി ഇടതും വലതും ഇങ്ങനെ മാറി മാറി ഭരിക്കുന്നത്? എന്നിട്ടും ഇവിടെ നമ്മുടെ തലസ്ഥാന നഗരിയിൽ 20,000-ഓളം ആളുകൾക്ക് വീടില്ലാത്ത ആളുകളുണ്ട് എന്നൊരു കണക്കുണ്ട് എങ്കിൽ എത്ര ദുരന്തമാണ് നമ്മുടെ കേരളത്തിലെ ഇടതും വലതും. ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഓരോ പദ്ധതിയും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വ്യക്തമായിട്ട് പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ഇനി പണം കൊടുക്കാൻ പോകുന്നത് ഏതു സമയത്താണ്? ഇതെന്തോ പ്രഖ്യാപനം നടത്തി ആരെയോ കാത്തു നിൽക്കല്ല. പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, അതിന്റെ തൊട്ടു പിന്നാലെ പ്രവർത്തനങ്ങൾ. ഈ പണം എങ്ങനെയാണ് ഇനി ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്? ആദ്യഘട്ട ഭവന പദ്ധതിക്ക് തിരഞ്ഞെടുത്ത ആളുകൾക്ക് എപ്പം പണം കൊടുക്കും എന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നു. നിങ്ങളതൊന്ന് കേട്ടു. അതായത് അതിന് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ, അതായത് ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണല്ലോ, നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യ ഗഡു പണം നിങ്ങൾക്ക് തരാൻ വേണ്ടി പണം തിരുവനന്തപുരം കോർപ്പറേഷന്റെ അക്കൗണ്ടിൽ റെഡിയായി കഴിഞ്ഞു. ഈ നടപടിക്രമങ്ങൾക്ക് എടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തന്നാൽ ആ മഴ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആദ്യം ഘട്ടം പണി തുടങ്ങാൻ സാധിക്കും. അതുകൊണ്ട് തരുവാനുള്ള കഠിനാധ്വാനത്തിലാണ് ഞങ്ങളൊക്കെ തന്നെ. നിങ്ങൾ കേട്ടില്ലേ? പണി അറിയുന്നവര് അധികാരത്തിലെത്തി കഴിഞ്ഞാൽ സാധാരണക്കാരുടെ കഷ്ടതയങ്ങ് തീരുമെന്നുള്ളത് BJP തലസ്ഥാനത്ത് ഭരണത്തിൽ എത്തേണ്ടി വന്നതൊക്കെ ഒന്ന് സാധാരണക്കാര് തിരിച്ചറിയാൻ ഈ ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നു. നമ്മളിതൊക്കെ എടുത്തു പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, കേരള സർക്കാർ എന്തൊക്കെയോ ബജറ്റിൽ കുത്തിക്കയറ്റി തോന്നിയത് വിളിച്ചു പറയാറുണ്ട്. ഒരു ഉണ്ടയും സാധാരണക്കാരുടെ കയ്യിലേക്ക് എത്താറില്ല. എന്നാൽ നേരെ തിരിച്ച്
എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ BJP ഭരിക്കുന്ന കോർപ്പറേഷനിൽ കാര്യങ്ങൾ നടക്കുന്നത്. ബജറ്റ് അവതരണം നടക്കുന്നു. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് മേയറും സംവിധാനങ്ങളൊക്കെ വലിയ തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞൊരു വിശ്രമവുമില്ല. അടുത്ത പ്രഖ്യാപനമായിട്ട് പ്രോഗ്രാം നടന്നു. ഭവന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ബജറ്റിൽ എന്താണോ പറഞ്ഞത് അതേപോലെ ഭവന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. തുടക്കം കുറിക്കുന്ന ദിവസത്തിൽ തന്നെ കൃത്യമായിട്ട് പറയാണ്, നിയമസഭാ ഇലക്ഷന് മുമ്പ് തന്നെ ഈ തിരഞ്ഞെടുത്തിട്ടുള്ള ആദ്യ ആളുകൾക്ക് പണം കൊടുത്തു തുടങ്ങും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പണം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് രേഖകൾ തയ്യാറാക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഒന്നും വെറുതെ എന്തെങ്കിലും ബജറ്റിൽ വിളിച്ചു പറയല്ല, എന്തെങ്കിലും മാധ്യമങ്ങളോട് മേയർ വിളിച്ചു പറയല്ല. ഒരു പ്രഖ്യാപനം നടത്തിയാൽ അതിനു മുമ്പേ തന്നെ കൃത്യമായ ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് മേയർ രംഗത്ത് വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളത് എന്നതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് തെളിവ് കൂടിയല്ല ഇത്. ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു, അതിന്റെ പണം കൃത്യമായിട്ട് കോർപ്പറേഷനിന്റെ കയ്യിലുണ്ട് എന്ന് വ്യക്തമായിട്ട് വിളിച്ചു പറയാൻ. ഇതൊക്കെയല്ലേ നമ്മളൊക്കെ സാധാരണക്കാരായ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഭരണാധികാരി എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയല്ലേ? എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം രംഗത്തെത്തിട്ട്. എത്ര ആളുകളാണ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ 20,000-ഓളം ആളുകൾക്ക് വീടില്ലാത്തൊരു അവസ്ഥയുണ്ട് എങ്കിൽ ബാക്കി പഞ്ചായത്തുകളൊക്കെ കോർപ്പറേഷനിലൊക്കെ എത്ര ആളുകൾ ഉണ്ടാവും. അവിടെയൊക്കെ തന്നെ ഇതുപോലെ മേയർമാരുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. ഇതൊക്കെ തന്നെ UDF-ഉം LDF ഒക്കെയാണ് ഭരിക്കുന്നത് മാറി മാറി. അവിടെയുള്ള സാധാരണക്കാരൊക്കെ ഒന്ന് 1000 തവണ ചിന്തിക്കേണ്ടതാ. ഈ മേയറൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ BJP അധികാരത്തിലെത്തിയാൽ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കേരള സർക്കാർ നിയമസഭയിൽ വലിയ രീതിയിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടായാൽ സാധാരണക്കാർക്ക് ഇവിടെ വീട് കിട്ടും. ഇതൊക്കെ അല്ലേ നമ്മൾ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ കാണുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്. ഇതുമായി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതായത് ബജറ്റ് അവതരണം, അതിന് തൊട്ടു പിന്നാലെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് കമ്മികളൊക്കെ ആവുന്നതുപോലെ VV രാജേഷിന്റെ ഇമേജ് ഒന്ന് തകർത്ത് തരിപ്പണാക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ ശ്രമമൊക്കെ അങ്ങ് 8 നിലയിൽ പാളി. VV രാജേഷ് എത്രത്തോളം ഭംഗിയായിട്ട് അതൊക്കെ നടത്തി എന്നുള്ളത് സകല മലയാളികൾ തിരിച്ചറിഞ്ഞു. മാത്രല്ല, ഈ പൃഥ്വിരാജിന്റെ അമ്മ പോലും, ഏത് പൃഥ്വിരാജ്, ഉടാപ്പികൾക്കും ജിഹാദികൾക്കും വേണ്ടി, കമ്മി കൊങ്ങികൾക്ക് വേണ്ടി സകലമായ സിനിമയും ചെയ്ത് ഈ രംഗത്ത് വരുന്ന, അവർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന പൃഥ്വിരാജിന്റെ അമ്മ പോലും സത്യം വിളിച്ചു പറയേണ്ടി വരിക. അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടിട്ടുണ്ട് മേയറുമായി ബന്ധപ്പെട്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആത്മപ്രശംസയും വഴിവിട്ട വാദപ്രതിവാദങ്ങളും അല്ല, മറിച്ച് സാധാരണക്കാരുടെ മനസ്സിൽ മങ്ങാതെ മായാതെ നിൽക്കുന്നത് ഇതുപോലെയുള്ള സൽപ്രവർത്തികളാണ്. സഹപ്രവർത്തകർ മാതൃകയാക്കേണ്ട ഭരണാധികാരി. ഞാൻ വളരെ മുമ്പേ പറഞ്ഞതാണ്, ആരാധ്യനായ മേയർക്ക് അഭിനന്ദനങ്ങൾ. രാജേഷ്, എല്ലാ ഭാവുകങ്ങളും. ഈ പോസ്റ്റിനൊപ്പം തന്നെ ഒരു പോസ്റ്റർ കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാകണം മേയർ. പൊങ്കാല ദിവസം വെളുപ്പിനെ പൊങ്കാല ഇടുന്ന ഭക്തർക്കിടയിൽ എത്തിയ മേയർ രാജേഷും ടീമും ഭംഗിയായി പൊങ്കാല നടത്തി. ടാങ്കറിൽ വെള്ളം എത്തിച്ചു. പൊങ്കാല എല്ലാം കഴിഞ്ഞ് റോഡെല്ലാം ക്ലീൻ ആക്കി. കൃത്രിമം മഴ പെയ്യിച്ചു. റോഡ് കഴുകി എല്ലാം പൂർത്തിയാക്കി. വീട്ടിൽ പോയപ്പോൾ സമയം അടുത്ത ദിവസം വെളുപ്പിന് 2:10. ബിഗ് സല്യൂട്ട്. അതായത് പൃഥ്വിരാജിന്റെ അമ്മ പോലും കൃത്യമായിട്ട് രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയാ, ഈ മേയർ എത്രത്തോളം സുന്ദരമായിട്ടാണ് സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നത്. ആറ്റുകാൽ പൊങ്കാലേക്ക ഇനി ആരെന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആറ്റുകാൽ പൊങ്കാല ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായിട്ട് മേയറുടെ നേതൃത്വത്തിൽ നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യ. അത് കഴിഞ്ഞിട്ട് ഒരു വിശ്രമത്തിനും നിൽക്കാതെ തൊട്ടുപിറ്റേ ദിവസം തന്നെ ഭവന പദ്ധതി സാധാരണക്കാർക്ക് വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ വരുന്ന 5 വർഷം കൊണ്ട് ഭവനമില്ലാത്ത ഒരാള് പോലും ഉണ്ടാവില്ല എന്ന പ്രഖ്യാപനം. ഇതൊക്കെയല്ലേ, ഇതുപോലെയൊക്കെയുള്ള ഒരു ഭരണാധികാരി അല്ലേ നമ്മൾ കേരളത്തിൽ ആഗ്രഹിക്കുന്നത്? വരുന്ന നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോ ഇതിൻ്റെതായ രീതിയിൽ സാധാരണക്കാർ ചിന്തിക്കണോ? ആര് വന്നാൽ ഇവിടെ പാവപ്പെട്ടവർക്ക് വീട് കിട്ടുമെന്നുള്ളത് ഉൾപ്പെടെ ചിന്തിച്ചിട്ടാവണം വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ വിവേകമുള്ള ഓരോ മലയാളിയും പോവേണ്ടത്.